എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീന രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് കോളേജിലോട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ വന്ന് രോഹിത്തിനെ ഉപദേശിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതം നീയായിട്ട് നശിപ്പിച്ച് കളഞ്ഞതാണ്. അതിൻ്റെ ഓരോ ഭാഗവും അലീനയായിട്ട് നിനക്ക് തിരിച്ചു പിടിച്ച് തരികയാണ്. ഇനി നിൻ്റെ ജീവിതത്തിൽ നീ വേണം പൊരുതിയെല്ലാം നേടിയെടുക്കാൻ. അവൾ ഇത്രയും നാളും നിങ്ങളുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ബാലചന്ദ്രൻ മകനെ ഉപദേശിക്കുന്നുണ്ട്. ആ സമയം അലീന അങ്ങോട്ട് വരികയാണ്. ഇനി നമുക്ക് പോയിട്ട് വരാൻ രോഹിത്തെ എന്ന് പറയും. രണ്ടുപേരും കൂടി രോഹിത്തിൻ്റെ ബൈക്കിൽ പോയാൽ പോരെ, അത് അച്ഛാ കുറച്ച് നാളായില്ലേ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പം റോഡിൽ എന്തെങ്കിലും ഓടിക്കുന്ന സമയത്ത് പ്രോബ്ലം വന്നാൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറയും. എങ്കിൽ ശരി, നിങ്ങൾ എങ്ങനെ ഇപ്പോൾ പോകുന്നത്? ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് അവിടുന്ന് ഓട്ടോയിൽ അങ്ങ് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോയിലോട്ട് പോകാമെന്ന് പറയും. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്നത്. ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേ സമയത്താണ് നമ്മുടെ രഞ്ജിതയും കൂട്ടിക്കൊണ്ട് മനു വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മുടെ കമലമ്മ അങ്ങനെ രഞ്ജിതയെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രഞ്ജിത പറയും, അമ്മ ഹോസ്റ്റലിൽ എൻ്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയും. ആ സമയത്തും കമലമ്മ മൊത്തം പറയുന്ന മൊത്തം നമ്മുടെ ഹരിയുടെ കാര്യങ്ങളാണ്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, അവൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നേ ഇല്ലേ, ഹോസ്റ്റലിൽ അവൾക്ക് സുഖമാണോ, അവൾ ഫുഡൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ടോ, അവളുടെ എക്സാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായതിനെക്കുറിച്ച് എങ്ങാണോ അമ്മ വല്ല ചോദിച്ചോ എന്ന് പറയും. അതിപ്പോൾ ഞാനെന്തിനാ ചോദിക്കുന്നത്, അവൾക്കല്ലേ എന്നോട് പറഞ്ഞുകൂടായെന്ന് ചോദിക്കും. നീ എന്താ രഞ്ജിത ഒന്നും പറയാത്തത്? അതെങ്ങനെ, എന്തെങ്കിലും നമ്മൾ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ അപ്പം ഹരിയേട്ടൻ്റെ കാര്യം എടുത്തിടും. പിന്നെ എനിക്ക് എൻ്റെ മോനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊന്നും ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചു. അതേസമയം എൻ്റെ മനുവേട്ടനാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുമായിരുന്നു. എല്ലാ ദിവസവും എന്നെ ഹോസ്റ്റലിൽ വിളിച്ച് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ആ സമയത്ത് അമ്മ വിളിക്കുമായിരുന്നു, ഞാനും നിന്നെ വിളിക്കുമായിരുന്നല്ലോ. അമ്മ വിളിക്കും അമ്മയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം. പക്ഷേ മനുവേട്ടൻ അങ്ങനെയല്ല എന്ന് പറയും. നിനക്കെങ്കിലും അവനെ കൊണ്ടൊരു ഗുണമുണ്ടായല്ലോ. അക്കാര്യത്തിൽ അമ്മയെ ഞാൻ നമ്പിച്ചിരിക്കുന്നു, ഇതുപോലൊരു ഏട്ടനെ എനിക്ക് തന്നതിന്. മനുവേട്ടൻ എല്ലാ ദിവസവും എന്നെ ഹോസ്റ്റലിൽ വിളിച്ച് അവിടുത്തെ ഫുഡിനെക്കുറിച്ചും എൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും എക്സാം എങ്ങനെ ഉണ്ടായി എല്ലാ കാര്യങ്ങളും മനുവേട്ടൻ ചോദിക്കുമായിരുന്നു. പക്ഷേ അമ്മ അങ്ങനൊന്നും ശ്രദ്ധിച്ചില്ലോ എന്നൊക്കെ ചോദിക്കും. ഇനി കുറ്റമല്ല എൻ്റെ ഭാഗത്തിട്ടു. എന്തോ അമ്മ ഇത് ചക്കയെന്ന് പറഞ്ഞാൽ അമ്മ മാങ്ങയെന്നാണോ കേൾക്കുന്നതൊക്കെ ചോദിക്കും. അതേടാ, നീ എല്ലാം കൂടി ചേർന്ന് ഇനി എനിക്ക് ഭ്രാന്താണെന്ന് കൂടി പറയാം. എന്നിട്ടല്ലേ നിനക്ക് നിൻ്റെ ഇഷ്ടക്കാരെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കമല ദേഷ്യപ്പെട്ട് പോവുകയാണ്. അതെന്താ മനുവേട്ടൻ അമ്മ അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ. കൂട്ടിക്കൊണ്ട് വരാനോ? അതിനിപ്പം മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? അല്ല, എനിക്ക് അലീനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ആ കാര്യം ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞെന്ന് പറയും. അത് കൊള്ളാമല്ലോ, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് നടന്നു. എനിക്ക് അലീനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അവളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ദേഷ്യമാണ്, അതിൻ്റെ ചുരുക്കമെന്ന് പറയും. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അലീനെ ഇഷ്ടമല്ല. ഇപ്പോൾ ഇതും കൂടി കേട്ടാൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. അലീനയുടെ അഭിപ്രായം എന്താ? അവൾക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാവരും കൂടി തീരുമാനിച്ചാൽ അവൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുമായിരിക്കും. പക്ഷേ അവൾക്ക് അവളുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം എപ്പോഴും വലുത്, അവൾക്കായിട്ടൊരു തീരുമാനം ഒരിക്കലും ഇല്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രഭാകരനെ കാണുന്നുണ്ട്. നമ്മുടെ കമലയുടെ ഒരു ബന്ധു, കമലയുടെ ചേട്ടൻ സുഭാഷിനോട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അങ്ങനെ സുഭാഷിൻ്റെ അനിയൻ സുമേഷും കൂടി ചേർന്നാണ് രണ്ടുപേർക്ക് ചേർന്നിട്ട് ഇങ്ങനെ പ്രഭാകരനോട് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും, നമുക്ക് ഈ കേസിൻ്റെ കാര്യം സംസാരിക്കുന്നത്. പക്ഷേ പ്രഭാകരനോട് സംസാരിക്കുന്നത് പ്രകാശാണ്, സുഭാഷിൻ്റെ അനിയൻ, അങ്ങനെ കമലയുടെ ബ്രദറും കൂടിയാണ്. അങ്ങനെ അവർ വന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ കുട്ടി പോക്സോ ചുമത്തിയിട്ടുണ്ട്, ഇതിൽ ആദ്യത്തെ പ്രതിയായ ഹരിശങ്കറിനെതിരെ. പക്ഷേ ഈ പോക്സോ കേസ് ഇല്ലാതാക്കണം. ഇതിൽ കോടതിയിൽ നിങ്ങൾ പ്രായപൂർത്തി ആയിട്ടുണ്ടെന്നാണ് ഈ കുട്ടിക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തി ആയിട്ടില്ലെന്നാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി പറഞ്ഞതൊക്കെ കള്ളമൊഴിയാണെന്ന് പറയും. പിന്നെ അത് വലിയ പ്രശ്നമാവും. അങ്ങനെ അവരുടെ ഭാഗത്തേക്ക് പ്രഭാകരനെയും ശരണ്യയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രഭാകരന് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയമുണ്ട്, ഇനി കോടതിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അവർക്ക് നിയമത്തെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം പ്രഭാകരൻ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കണം. എന്നിട്ട് ഹരിശങ്കർ ഈ കുട്ടി പ്രായമാവുന്നതിന് മുമ്പ്, അതായത് മെച്ചുവേർഡ് ആവുന്നതിന് മുമ്പ് ഈ കുട്ടിയോട് എന്തെങ്കിലും രീതിയിൽ സെക്ഷൽ അബ്യൂസ് എങ്ങാനും ഏതെങ്കിലും രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കുട്ടിയോട് ചോദിച്ചാൽ മനസ്സിലാവും. അതൊക്കെ ഞാൻ എങ്ങനെയാണ് സാറേ, സ്വന്തം അച്ഛൻ എങ്ങനെയാണ്? ശരി, അച്ഛന് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ അമ്മയ്ക്ക് ചോദിക്കാമല്ലോ. നിങ്ങൾ അവരോട് സംസാരിക്കണം. നാളെ ഈ കുട്ടി കോടതിയിൽ എന്തെങ്കിലും രീതിയിൽ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊഴിക്കൊരു വ്യക്തത ഇല്ലെന്ന് വരും. അത് പിന്നെ ആ കുട്ടിക്ക് തന്നെ വലിയ പ്രോബ്ലം ആയിട്ട് വരും എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രഭാകരൻ നല്ല ടെൻഷനാകും. എന്തായാലും നിങ്ങൾ വീട്ടിൽ സംസാരിക്കുക, അതിനുശേഷം ഞാൻ ശിവശങ്കരനുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ കേസ് ഒത്തുതീർപ്പാക്കി പോകണം. പിന്നെ പോക്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അയാളിൽ നിന്നെടുത്ത് കളയാമെന്നൊക്കെ രീതിയിലൊക്കെ പ്രഭാകരനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പ്രഭാകരനെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട്, ഞാനെങ്ങനെയാണ്
പ്രഫേട്ട അതൊക്കെ ഇനി അവളോട് ചോദിക്കുന്നതെന്ന് നോക്കും. കോടതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്, എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ, ഇപ്പോൾ എല്ലാവരും നമ്മളിൽ തിരിഞ്ഞിരിക്കുമല്ലേ, എന്തായാലും നമുക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും ചെയ്യണ്ട എന്നൊക്കെ ശരണ്യയുടെ അമ്മ പ്രഭാകരനോട് പറയുന്നുണ്ട്. അതിനുശേഷം അലീന രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് കോളേജിലോട്ട് പോവുകയാണ്. കോളേജിലോട്ട് ചെന്ന് പ്രിൻസിപ്പൽ അച്ഛനെ കാണുകയാണ്. പക്ഷേ പ്രിൻസിപ്പൽ അച്ഛനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ അച്ഛൻ ഒരു കാരണവശാലും രോഹിത്തിനെ അവിടുന്ന് തുടർന്ന് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ കേസും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടും അച്ഛൻ അതിന് വില്ലിങ് ആവുന്നില്ല. അച്ഛൻ പറയുന്നത് ഒരു കേസിലൊക്കെ അകപ്പെട്ട പ്രതിയാണ്, ഞങ്ങളുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കും, അതുകൊണ്ട് ഇയാളെ ഇവിടെ തുടർന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ TC അന്ന് വിടും, അത് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, കോൺടാക്ട് സർട്ടിഫിക്കറ്റിനകത്ത് മറ്റൊന്നും ഞങ്ങൾ എഴുതി ചേർക്കത്തില്ല, ഈ വർഷം ഇങ്ങനെ പോട്ടെ, അടുത്ത വർഷം മറ്റേതെങ്കിലും കോളേജിൽ ചേർന്ന് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ അലീന പറയുന്നുണ്ട്, സാർ ഇവിടെ ഇപ്പം രോഹിത്തിൻ്റെ പേരിൽ കേസൊന്നുമില്ല, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവൻ ജയിലിലായത്, ഇപ്പോൾ അവൻ ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, അത് നിയമം തെളിയിക്കട്ടെ, അത് ഞങ്ങളുടെ വിഷയമല്ല, പക്ഷേ ഞങ്ങളുടെ കോളേജിന് ഒരു പേരുണ്ട്, ഈ കേസിൻ്റെ അവൻ ജയിലിലായപ്പോൾ തന്നെ ഇവൻ പഠിച്ച കോളേജിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള പത്രത്തിലെ വാർത്തകളിലൊക്കെ ഞങ്ങളുടെ കോളേജിൻ്റെ പേര് ഇന്നായിരുന്നു. അപ്പം ഞങ്ങൾക്കിനി ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കോളേജിൽ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അത് ഞങ്ങളുടെ മൊത്തം അതോറിറ്റി ചേർന്നെടുത്തൊരു തീരുമാനമാണ്, ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇയാളെ തിരിച്ചടങ്ങാൻ കഴിയത്തില്ല എന്ന് തന്നെ പറയും. ലീന എത്ര ശ്രമിച്ചിട്ടും ഒന്നും പറ്റുന്നില്ല. ആ സമയത്ത് അയാൾ പ്രിൻസിപ്പൽ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. ഞാൻ രോഹിത്തിൻ്റെ ചേച്ചിയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ രോഹിത്തിനങ്ങ് വലിയ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും മടങ്ങി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് കൃഷ്ണജയാണ് വാതിൽ തുറക്കുന്നത്. രണ്ടുപേരുടെ മുഖത്ത് നല്ല നിരാശയാണ്. ആദ്യം രോഹിത്തിന് വാതിൽ തുറന്നകത്ത് കയറുന്നത്. ആ സമയത്ത് രോഹിത്തിനെ കാണുമ്പോൾ തന്നെ കൃഷ്ണജിക്ക് നല്ല വിഷമമാണ്. ഒന്നും സംസാരിക്കാതെ രോഹിത് തലകുനിച്ചങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. അതിനുശേഷം അലീന വരുന്നുണ്ട്. എന്തായി ചേച്ചി എന്ന് ചോദിക്കും. അങ്ങനെ അലീന സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. ഒന്നും ആയില്ല മോളെ, ചെന്ന് സംസാരിച്ചിട്ട് ഒരു തരത്തിലും ആ പ്രിൻസിപ്പൽ അച്ഛൻ സമ്മതിക്കുന്നില്ല രോഹിത് അവിടെ പഠിക്കാനായിട്ട്, അവർ TC ഒന്ന് വിടാമെന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ ഒരു ചേച്ചി ഒന്നുകൂടി നല്ലോണം സംസാരിച്ച് കാണുമല്ലോ. ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചു, പക്ഷേ എന്നിട്ട് പോലും ഒരു പ്രയോജനം ഇല്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നല്ല വിഷമം, എനിക്ക് അതിന് സങ്കടം രോഹിത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണെന്ന് പറയും. സാരമില്ല ചേച്ചി, രോഹിത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ പറയും. അച്ഛനില്ലെന്ന് നോക്കി. ആ സമയത്താണ് ബാലേന്ദ്രൻ ഇറക്കി വരുന്നത്. ബാലേന്ദ്രനെ കാണുന്നത് അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്. അപ്പോഴത്തേക്ക് അലീനയുടെ മുഖത്തു നിന്ന് തന്നെ ബാലേന്ദ്രൻ വായിച്ചെടുക്കും, പോയ കാര്യം നടന്നിട്ടില്ലെന്ന്. എന്തായി മോളെ എന്ന് ചോദിക്കും. അതച്ഛാ, പോയ കാര്യം നടന്നിട്ടില്ല. എനിക്ക് മനസ്സിലായി നിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ. സാരമില്ല, നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയും. എന്നാലും അവർക്ക് ഇത്രയൊക്കെ ഞാൻ സംസാരിച്ചിട്ട് പോലും ഒരു മാറ്റം ഉണ്ടായല്ലോ വെച്ചാൽ പ്രിൻസിപ്പൽ അച്ഛന്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മിഷണറിയുടെ അതോറിറ്റി ഇരിക്കുന്ന കോളേജല്ലേ എന്നൊക്കെ പറയും. മോളെ, അവർക്ക് അവരുടെ കോളേജിൻ്റെതായ ഒരു ധാർമ്മികത ഇല്ലെന്നൊക്കെ പറയും. ധാർമ്മികത എന്ത് ധാർമ്മികതയാച്ചാൽ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ അവൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അവനെ കോടതിയും നിയമവും വെറുതെ വിട്ടിട്ട് പോലും അവൻ്റെ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യമില്ല അവർ ചെയ്തു കൊടുക്കേണ്ടത്. എന്നിട്ട് പോലും അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേര് അവൻ എന്തെല്ലാം അനുഭവിച്ചു. ഇപ്പോൾ പിന്നെയും എന്നൊക്കെ പറയും. സാരമില്ല, നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം, നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്കെന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. എന്തെങ്കിലും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരുവച്ചാൽ എന്നൊക്കെ പറഞ്ഞ് അലീനയും സ്വയം സമാധാനിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ഒരു ജീപ്പ് അങ്ങോട്ട് വരികയാണ് നമ്മുടെ മാമച്ചായൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ജീപ്പ് വന്ന് ഇങ്ങനെ ഭയങ്കര മഴയുമുണ്ട്. അങ്ങനെ ജീപ്പ് വന്ന് നിൽക്കും, കോളിംഗ് ബെൽ അടിക്കും. കോളിംഗ് ബെൽ അടിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ കാണുന്നത് ജോബിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജോബി കാണുന്നതും രേവതിക്കുട്ടി ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് ജോബിയുടെ വീട്ടിലെ വണ്ടിയാണ്, ജീപ്പാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ മാമച്ചായനും ഗ്രേസിയാനും ചോദിക്കും, ആരാ രേവതിക്കുട്ടി എന്ന് ചോദിക്കും. അത് ജോബിച്ചനാണെന്ന് പറയും. അയാളെന്താ ഈ രാത്രിയിൽ ഇവിടെ, അറിയില്ല. അങ്ങനെ കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുന്നില്ലേ, പോയി വാതിൽ തുറക്കെന്ന് പറയും. വേണ്ട, തുറക്കണ്ടെന്ന് പറയും. എന്താ പന്നിയെന്ന് അറിയണ്ടായോ, നീ പോയി വാതിൽ തുറക്ക് രേവതിക്കുട്ടി, ഞങ്ങളിത് ഇറങ്ങി വരുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി വാതിൽ തുറക്കും, പുറകെ അവരും വരുവാണ്. ആ സമയത്ത് ജോബിച്ചൻ കഥ ഓർന്ന് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ മകൻ്റെ കുട്ടി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന്, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു അവൾ എവിടെയാണെന്നുള്ളതെന്ന് പറയും. ഉടനെ ഗ്രേസി ആൻറ്റിക്ക് ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എവിടെയാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം. അങ്ങനെ എവിടെ ഇല്ല ഞാൻ പറയില്ല, പക്ഷെ അവൾ എവിടെ ഉള്ളതെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം മാമച്ചായനും ഗ്രേസി ആൻറ്റിക്കും നല്ല ടെൻഷനുണ്ട്. കാരണം അത് എവിടെയാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പോയി കൂട്ടിക്കൊണ്ട് വരണം. കാരണം അതിൻ്റെ കുട്ടിയുടെ ഗാർഡിയൻഷിപ്പ് ഞാൻ ഏറ്റെടുക്കണം, മകൻ്റെ കുട്ടിയല്ലേ. അപ്പം പക്ഷേ അത് എവിടെയാണെന്നുള്ള കാര്യം മാത്രം ജോബിച്ചൻ അവരോട് പറയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ കഥയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷമായി നാളെ കാണാം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.